എല്ലാവർക്കും നമസ്കാരം. ശ്രുതീസ് ഫാഷനിലേക്ക് സ്വാഗതം. ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സമയക്കുറവ് കാരണമാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത്. കുറേ വീഡിയോകൾ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് എഡിറ്റ് ചെയ്യാൻ തന്നെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ തന്നെ 2-2.5 മണിക്കൂർ എനിക്ക് എന്തായാലും വേണം. അതിനുള്ള സമയം കുറവുള്ളത് കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത്. ഇപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. എൻ്റെ മോൾക്ക് വേണ്ടി ചെയ്ത ഒരു ഡ്രസ്സിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. മോൾക്ക് വേണ്ടി ഒരു പാവാടയും ബ്ലൗസാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ബ്ലൗസിൻ്റെ നെക്കിൻ്റെ ഭാഗത്താണ് എംബ്രോയ്ഡറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്കിൻ്റെ ഒരു ഭാഗത്ത് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഒരു ഭാഗത്ത് ഇതുപോലെ ഡിസൈൻ വരച്ചിട്ട് ഫ്ലവർ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്ലവർ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരു പെറ്റൽസ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഓപ്പോസിറ്റുള്ള പെറ്റൽസും അപ്പം തന്നെ റിങ് തിരിക്കാതെ ചെയ്യണം. അപ്പോൾ നമുക്ക് ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഓരോ പെറ്റൽസിനും ഇതുപോലെ റിങ് തിരിച്ച് ചെയ്യുമ്പോൾ കുറച്ച് സമയം കൂടുതലെടുക്കും. ഇപ്പോൾ ചെയ്യുന്ന പോലെ ഒരു പെറ്റൽസ് ചെയ്ത് റിങ് തിരിക്കാതെ തന്നെ അടുത്ത പെറ്റൽസും ചെയ്യണം. പാവാട വൈറ്റ് കളർ ആയതുകൊണ്ട് ഞാൻ വൈറ്റ് കളറിലുള്ള സിൽക്ക് ത്രെഡാണ് ഫ്ലവർ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നെക്ക് ഒരു സ്ട്രെയിറ്റ് ലൈന് ഇട്ടിട്ട് പിന്നെ കുറച്ച് സ്കാലപ്പ് പോലെയാണ് താഴ്ഭാഗത്ത് ചെയ്തിരിക്കുന്നത്. എല്ലാ ഫ്ലവറും ചെയ്ത് കഴിഞ്ഞിട്ട് നൂല് മാറ്റിയിട്ട് ആ ഫ്ലവറിൻ്റെ നടുക്കൊരു ബട്ടൺ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാനുണ്ട്. ബ്ലൗസിൻ്റെ കളറിലുള്ള ത്രെഡാണ് അതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ വൈറ്റ് കളറിൽ ആ ബ്ലൗസിൻ്റെ കളറിലുള്ള ഒരു ബട്ടൺ സ്റ്റിച്ചും കൂടി വരുമ്പോൾ ആ ഫ്ലവർ നല്ല ലുക്ക് കാണും, നന്നായിട്ട് എനിച്ച് കാണും നമുക്ക്. അങ്ങനെ ഫ്ലവറൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആ നെക്കിൻ്റെ ഒരു ഭാഗം ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു. ആ നെക്കിന് ഞാൻ സാറ്റിൻ സ്റ്റിച്ചാണ് ഇട്ടിരിക്കുന്നത്. ഫ്ലവർ ചെയ്ത് അതേ ത്രെഡും കൊണ്ട് സാറ്റിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ത്രെഡ് മാറ്റി ബ്ലൗസിൻ്റെ കളറിലുള്ള ത്രെഡ് എടുത്തിട്ട് ഇതുപോലെ ഫ്ലവറിൻ്റെ നടുക്ക് ഓരോരോ ബട്ടൺ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടൺ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ലൈറ്റ് ഗോൾഡൻ കളറിലുള്ള ജെറി ത്രെഡാണ് എടുത്തിട്ട് ഇപ്പോൾ ലീഫ് ചെയ്യുന്നത്. സ്കേർട്ടിൻ്റെ പീസിൽ ലൈറ്റ് ഗോൾഡൻ കളറിലുള്ള ബുട്ടാസ് ഉണ്ട്. അതുകൊണ്ട് ഗോൾഡൻ കളറിലാണ് ഇപ്പോൾ ലീഫ് ചെയ്യുന്നത്. നിങ്ങൾക്കിവിടെ 2 കളർ ത്രെഡിൻ്റെയും കളർ ചേഞ്ചസ് മനസ്സിലാവുന്നുണ്ടാവില്ല വീഡിയോയിൽ. അത് വീഡിയോയിൽ അങ്ങനെയാണ് കാണുന്നത്. ഞാൻ പിന്നെ എല്ലാം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തുനിന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ചും മനസ്സിലാവും. ഈ ലീഫ് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോകൾ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. കണ്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർ അത് കണ്ടാൽ മതി. നിങ്ങൾക്ക് ലീഫൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്ന് നന്നായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അത് കണ്ട് പഠിക്കുന്നവർക്ക് കണ്ട് പഠിക്കാം. ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട് വീഡിയോ. എന്താണെന്ന് പറഞ്ഞാൽ ഈ ലീഫിൻ്റെ ഡിസൈനൊക്കെ ഞാൻ മുമ്പ് ഒരുപാട് വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ ചെയ്തത്. അത് കഴിഞ്ഞ് നെക്കിൻ്റെ സൈഡിൽ അതേ ജെറി ത്രെഡ് കൊണ്ട് പിന്നെ ഒരു സാറ്റിൻ സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുത്തു. ഇപ്പോൾ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് 2 സൈഡിലും ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്ലീവ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സ്ലീവിന് വേണ്ടി ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു അംബ്രല്ല ഷേപ്പിൽ, ഹാഫ് അംബ്രല്ല ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ട് ഒരു സൈഡിൽ സ്കാലപ്പിൻ്റെ ഒരു ഷേപ്പ് വരച്ചിട്ട് ഓരോരോ ഇഞ്ച് വെച്ച് ഗ്യാപ്പ് വെച്ചിട്ട് ഒരു ലൈന് വരച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നെക്കിൻ്റെ ഭാഗത്ത് ചെയ്ത പോലെ തന്നെ ഫ്ലവർ സ്ലീവിനും ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ വരയ്ക്കാതെയാണ്, സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. അത് ഒരു ലൈൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ കുറച്ചും കൂടി ഗ്യാപ്പ് വിട്ടിട്ട് ഒരു 4 പെറ്റൽസ് ഉള്ളൊരു ഫ്ലവർ ചെയ്യുന്നുണ്ട്. ഇതുപോലെ 4 പെറ്റൽസിൻ്റെ ഒരു ഫ്ലവർ ചെയ്ത് കഴിഞ്ഞിട്ട്
കുറച്ചും കൂടി ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ സർക്കിൾ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ആ ഫ്ലവറിന് നടുക്ക് കൂടെ നെക്കിൻ്റെ ഭാഗത്ത് ചെയ്ത പോലെ തന്നെ ബ്ലൗസിൻ്റെ കളറിലുള്ള സിൽക്ക് ത്രെഡിൽ ബട്ടൺ സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ആ ലൈൻ വരച്ച അതിൻ്റെ മുകളിൽ കൂടെ സാറ്റിൻ സ്റ്റിച്ച് ഇടുന്നുണ്ട്. സ്കാലപ്പ് വരച്ച ഭാഗത്തും സാറ്റിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സ്ലീവ് ചെയ്ത് കഴിഞ്ഞു. സ്ലീവ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഇതാണ്. സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ വരും. കൈ ഇതുപോലെ സ്കാലപ്പ് വരും. നെക്കിനും സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് താഴെ സ്കാലപ്പ് പോലെ ചെയ്തിട്ടുണ്ട്. താഴേക്ക് ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് സ്കേർട്ട്. അംബ്രല്ല സ്കേർട്ടാണ് ചെയ്തത്. താഴ്ഭാഗത്ത് ബ്ലൗസിൻ്റെ കളറിലുള്ള ഒരു പീസും ജോയിൻ്റ് ചെയ്ത് ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ മോള് ഇട്ടിട്ടുള്ള ഫോട്ടോ ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇത് എൻ്റെ മോളാണ് ഇട്ടിട്ടുള്ള പിക്കാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കണം. താങ്ക് യു.